കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞേ, കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ, വനമകൾ ഒരു തീ നിന്റെ മാറു തുളഞ്ഞല്ലോ, മനവും തകർന്നു വരും കാടു കരഞ്ഞല്ലോ, മലയിൽ ഒരു വിടുക്കുമാരി വീരണ നിറഞ്ഞ് അറുക പുൽക്കരിഞ്ഞല്ലോ, പൂങ്കാവനത്തിലോ പോര്. അങ്ങനെ അങ്ങനെ വേടന്റെ ശബ്ദം ഇങ്ങനെ നീളെ ഉയരുകയാണ്. പാട്ടിന്റെ ആ ഒരു പാട്ടിന്റെ നീളമില്ല, പാട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാറ്റ് തുളഞ്ഞു കയറും പോലെ, കല്ലിനെ തുളയ്ക്കുന്ന കാറ്റ് പോലെ ഇങ്ങനെ പാട്ട് നീളെ നീളെ കേൾക്കുകയാണ്, മുഴങ്ങുകയാണ്. ഈ പുഴയ്ക്ക് വഴിയറിയാം എന്ന് പറഞ്ഞ പോലെയാണ് വേടന്റെ കാര്യം. വേടന് നല്ലതുപോലെ വേടനെ മുന്നോട്ട് പായാൻ അറിയാം. വേടൻ ഒരു നല്ലതുപോലെ ഒഴുകുന്ന പുഴയാണ്, അല്ലെങ്കിൽ ഒരു അരുവി എന്ന് പറയാം. അരുവിയായിട്ട് ഇങ്ങനെ ഒഴുകി വന്നു, പിന്നെ ഒരു പുഴയായിട്ട് മാറിയത് സാഗരമാകുന്നു. ആ സാഗരത്തെ എല്ലാവരും നെഞ്ചിലേറ്റുന്നു. ജനങ്ങളുടെ യുവത്വത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വേടൻ. വേടനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ നിറയെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. യൂട്യൂബിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ വേടനെ കുറിച്ചുള്ള, അതായത് വേടനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ വേടന്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ അല്ലെങ്കിൽ വേടൻ പൈസ കൊടുത്തിട്ട് വീഡിയോ ഇടുന്നവരൊന്നും അല്ല. വേടന്റെ ആശയം കൃത്യമാണെന്ന് അത് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് വേടനെ കുറിച്ച് സംസാരിക്കുന്നത്, വേടന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ വേടന്റെ പരിപാടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വേടന്റെ പരിപാടിയിലേക്ക് ജനങ്ങളൊക്കെ ഒഴുകി വരുന്നത് കണ്ടിട്ടില്ലേ? കൂടി കൂടി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറ്റമായിട്ട് കൂടി ചേരുന്നത് കണ്ടിട്ടില്ലേ? അതൊരിക്കലും വേടൻ പൈസ കൊടുത്തിട്ട് 100 രൂപയും അല്ലെങ്കിൽ ഒരു ബിരിയാണിയും കൊടുത്തിട്ട് ആളുകൾ അങ്ങോട്ട് എത്തിക്കുന്നതല്ല. അവരത്രയേറെ ആ പാട്ടല്ല, ആ കവിതയെ, ആ കവിതയുടെ റാപ്പ് മ്യൂസിക്കിനെ, വേടന്റെ വോയിസിൽ നിന്ന് വരുന്ന ആ ശക്തിയെ എല്ലാവരും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങോട്ട് ഒഴുകി വരുന്നത്, കൂടിച്ചേരുന്നത്. അല്ലാതെ ചില ആളുകളുടെ ഒരു ചിന്തയിൽ വേടൻ ഇവിടെ ഈ സമൂഹത്തിന് വിപത്ത് സൃഷ്ടിക്കുന്നു, അത് അത് അവരുടെ മാത്രം ചിന്തയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അല്ലാതെ ഇവിടെ യാതൊരു വിപത്തുമില്ല. ജാതി ആക്ഷേപങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള കൊലകളൊക്കെ നടക്കുന്ന നാടാണ് നമ്മുടെ, നടന്നിട്ടുണ്ട്. അപ്പൊ എത്ര തരത്തിലും ഇവിടെ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലും ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി നിൽപ്പുണ്ട്. വലിയ വലിയ കുപ്പായങ്ങൾ അങ്ങനെ അണിഞ്ഞ് പതുങ്ങി നിൽപ്പുണ്ട്, അത് സത്യം തന്നെയാണ്. അവിടെ ഇവിടെ മറഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ വേടൻ കൃത്യമായിട്ട് തൻ്റെ രാഷ്ട്രീയവും തൻ്റെ ആശയവും തൻ്റെ ഉള്ളിലുള്ള ഇത് ലോകം അനുഭവിക്കുന്ന വിങ്ങലുകളും അടക്കം വേടൻ പാട്ടുകളായിട്ട് കവിതകളായിട്ട് എഴുതുന്നു, അത് പാടുന്നു. ആ പാട്ട് ഇങ്ങനെ മുന്നോട്ട് അലയടിച്ചു പോകുന്നു. ആ അലയടിയുടെ ഒപ്പം ജനങ്ങൾ അത് ഏറ്റുവാങ്ങാനായിട്ട് കൂടെ ചേരുന്നു. ഇപ്പൊ വേടനെ കുറിച്ച് ഒരാൾ സംസാരിച്ചാൽ, വേടന്റെ പാട്ട് ഇഷ്ടപ്പെട്ട്, വേടന്റെ വരികൾ ഇഷ്ടപ്പെട്ട്, വേടൻ പറയുന്ന ആശയത്തിന് ഇഷ്ടപ്പെട്ട് ഒരാൾ സംസാരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അയാളെയും കഞ്ചാവ് എന്ന തരത്തിൽ മുദ്ര കൊത്തും. സത്യത്തിൽ അത്തരത്തിലുള്ള കമന്റ് എഴുതുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്, ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ നേരാണെങ്കിൽ നേരെന്ന് പറയാനുള്ള ചങ്കുറ്റവും ധൈര്യവും നമ്മൾ കാണിക്കണം. ഇപ്പൊ വേടൻ പറയുന്ന പാട്ടിന്റെ ആശയവും കൃത്യമാണ്, അദ്ദേഹം പറയുന്ന സത്യങ്ങൾക്ക് നേരുണ്ട്. ആ നേരായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പാടുന്നത്, വേടൻ പാടുന്നത്. വേടൻ പറയുന്നത് ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണെങ്കിൽ ശരിയെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ചിലർക്കത് മനസ്സിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുമ്പോൾ അവര് അപ്പൊ പറയും, വേടൻ കഞ്ചാവ്, അന്ന് വേടനെ പറ്റി പറയുന്നവനും കഞ്ചാവ്, അങ്ങനെ തരത്തിൽ അങ്ങനെ ഒരു മുദ്ര കുത്തും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളുടെ രൂപമോ ഒരാളുടെ നിറമോ അയാളുടെ നോട്ടമോ ചിരിയോ ഒന്നുമല്ല അയാളെ പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തുന്നത്, ആ വ്യക്തിയെ രേഖപ്പെടുത്തുന്നത്, ആ വ്യക്തിയുടെ അടയാളപ്പെടുത്തുന്നത്. ഒരു വ്യക്തിനെ കാണുമ്പോൾ അയാൾ കറുത്തതാണെങ്കിൽ അല്ലെങ്കിൽ ഇരുനിറമാണെങ്കിൽ അപ്പം തന്നെ പറയും, മനുഷ്യൻ ആള് ശരിയല്ല. അതൊക്കെ ചില ആളുകളുടെ തലച്ചോറിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. അങ്ങനെയല്ല. മനുഷ്യന്റെ ആകൃതിയും മുഖ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ നിറവും ഒന്നും നോക്കിയല്ല ഒരു മനുഷ്യനെയും നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി മുദ്ര വെച്ച് ഇങ്ങനെ അവിടെ ഒട്ടിച്ചു വെക്കേണ്ടത്. അങ്ങനെയല്ല. അങ്ങനെ അത് മനസ്സിലാക്കണം. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും തുല്യരാണ്. അവർക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ അവർക്ക് ഉണ്ട്. അവരതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പൊ എല്ലാവരെയും നമ്മളിങ്ങനെ വില കുറച്ചാളുകളെ ഇങ്ങനെ അടിച്ചു താഴ്ത്തി അവിടെ ഇരിക്കൂ, കുറച്ചാളുകൾ മാത്രം മുൻനിരയിൽ ഇരിക്കൂ എന്ന തരത്തിലുള്ള ഇങ്ങനെ പറഞ്ഞ് ബോധിപ്പിച്ച് ഇങ്ങനെ ഉറപ്പിച്ചു വെക്കുന്ന മനുഷ്യരുടെ തലച്ചോറിനകത്തുള്ള പ്രവർത്തനങ്ങളാണ് മാറ്റേണ്ടത്. അല്ലാതെ വേടൻ ഇവിടെ ഒരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ല. വേടൻ കൃത്യമായ രീതിയിൽ പാട്ടുകൾ പാടുന്നു, കവിതകൾ പാടുന്നു. ആ കവിതകൾക്ക് നല്ല ആശയമുള്ള കവിതകളാണ്. വേടന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ബോധമുണ്ട്. ഇന്നത്തെ തലമുറയിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വേടന്റെ ഒപ്പം തന്നെ അവർ അണിചേരുന്നു. ആ പാട്ട് കേൾക്കാൻ ഓടി അലച്ചു വരുന്നു, അവിടെ ആർത്തിരമ്പുന്നു, ജനസാഗരമായി മാറുന്നു. ഇതെന്താ കടല? വേടൻ ഒരു പരിപാടിക്കിടെ ചോദിക്കുകയുണ്ടായി. കാരണം അത്ര ജനങ്ങൾ ഇങ്ങനെ ആർത്തിരമ്പാണ്. അവർക്കൊന്നും അവിടെ നിന്ന് കസാരയിൽ നിന്ന് പതുങ്ങിയിരുന്ന പാട്ട് കേട്ട് ആസ്വദിക്കാനൊന്നും അല്ല അവർ വന്നേക്കുന്നത്. അവിടെ എഴുന്നേറ്റ് നിന്ന് നിവർന്ന് നിന്ന് 2 കാല് മണ്ണിൽ ചവിട്ടി നിന്ന് ആ പാട്ടിനോടൊപ്പം ചോടുകൾ വയ്ക്കാൻ, ആനന്ദിക്കാനാണ് വരുന്നത്. അത് യുവാക്കൾ മാത്രമല്ല,
കുഞ്ഞുങ്ങള്, അമ്മമാര്, അത് മുതിർന്നവര് എല്ലാവരും വരെയാണ്. അത്രയേറെ അദ്ദേഹത്തെ വേടനെ അവർ സ്നേഹിക്കുകയാണ്. 25 വയസ്സിൽ ആദ്യമായിട്ട് തൻ്റെ പാട്ടിലൂടെ രംഗത്തിറങ്ങിയ വേടൻ ഇപ്പം 30 വയസ്സിലെത്തി നിൽക്കുമ്പോഴും ആ പാട്ടിൻ്റെ ചൂരിനും ഒരു കുറവും വന്നിട്ടില്ല. അതിങ്ങനെ ഓളം തല്ലി ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പരക്കുകയാണ്. ആകാശത്തേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുന്ന കാറ്റ് പോലെയാണ് വേടൻ്റെ പാട്ടുകൾ. അപ്പൊ ആ പാട്ടുകളെ ആർക്കും തല്ലിക്കെടുത്താൻ സാധ്യമല്ല.